അപ്പോൾ ഗൈസ് ഡേ ഇൻ മൈ ലൈഫ് എപ്പിസോഡാണ്. ഇത് കണ്ടില്ലേ, ഓരോരുത്തർ കിടക്കണ കോലം കണ്ട മനുഷ്യനെ എണീക്കാനും സമ്മതിക്കൂല. ഇത് ഇവിടെ വാലക്കൻ്റെ വായിലാണ്, ഇവിടെ വാലക്കൻ്റെ വായിൽ അതാ കണ്ട. ഒരാളത് അവിടെ കിടക്കത് പുൽസു കണ്ടില്ലേ. ഡേ ഇൻ മൈ ലൈഫ് പറയും ഇങ്ങനെ ഭീമ. അങ്ങനെ ഇതാണ് നമ്മളെ ഡേ ഇൻ മൈ ലൈഫിൽ. ഡേ തുടങ്ങണത് ഇങ്ങനെയാണ്. ഇത് രാവിലെ അങ്ങോട്ട് കയറി കിടക്കും, എനിക്കും ഇല്ല. ഞാനൊന്ന് ബാത്റൂമിലൊക്കെ പോയി ഒന്നും കൂടി കിടക്കും, അപ്പോഴും കാണാൻ വേഗം വന്ന് മേത്ത് കയറി കിടക്കണം. ഇതാണ് എൻ്റെ അവസ്ഥ. അപ്പോൾ ഇവരെന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു ലോകമാണ്, എൻ്റെ സന്തോഷമാണ്, എനിക്കൊരു ഹാപ്പിനെസ് ഇതിൽ. എല്ലാവരും ചോദിക്കുക എന്താ വേറെ പണിയൊന്നുമില്ല. വേറെ പണിയുണ്ടോ ഇല്ലയെന്നല്ല, ഓരോരുത്തർക്കും ഓരോ കാര്യങ്ങളുണ്ട്. നമ്മൾ ഇവർക്കൊക്കെ ഒരു തണലാവാന്ന് വെച്ചാൽ ചെറിയ കാര്യമൊന്നുമല്ല. ആ ഫീലിങ്സൊന്നും എല്ലാവർക്കും പറഞ്ഞാൽ മനസ്സിലാവില്ല. കാണുന്നുണ്ടോ ഗൈസ്? ഇങ്ങോട്ട് തിരിഞ്ഞിടുന്നാലും ഇപ്പം എന്താ ഞാൻ ചെയ്യാൻ? ഇനി ഇത്ര ഇങ്ങോട്ട് ആയാലും ഇങ്ങനെ ഒട്ടി വെച്ചിട്ട് ഇങ്ങനെ ഒട്ടി കിടക്കണം കേട്ടോ. വാലൊക്കെ എൻ്റെ വായിലൊക്കെ വരുന്നത് ഇങ്ങനെ കണ്ടില്ലേ. കയറി കിടന്നോ ഇങ്ങനെ മേലെ കയറി കിടന്ന. അപ്പം ഞാൻ ഇങ്ങനെ നീക്കാം നമുക്ക് ഇങ്ങനെ ഒരു പൊന്നോ എൻ്റെ കുട്ടീൻ്റെ പോകുമ്പോൾ എന്തല്ലത് ബേബിണ്ടോ? ബേബിണ്ടോ ഇനിമ? ഞാൻ എങ്ങനെ എണീക്കുക ഇങ്ങനെ കിടന്നാൽ? എൻ്റെ മേത്ത് ഇങ്ങനെ കയറി കിടന്നാൽ എനിക്ക് പോയിട്ട് കുറേ പണിയുള്ളല്ലേ. ഇങ്ങനെ കിടന്നാൽ പിന്നെ ഞാൻ എങ്ങനെ നീക്കും? ഇങ്ങോട്ട് മാമു കഴിച്ചാൽ അവിടെ പോയി കിടക്കണ്ടേ? അവിടെ ഒരു മൂലയിൽ പോയി കിടക്കണ്ടേ? പോയി കിടന്ന് ഉറങ്ങണ്ടേ? അമ്മച്ചിൻ്റെ മേത്ത് ഇങ്ങനെ കയറി കിടക്കില്ല. ഇങ്ങനെയാ എൻ്റെ സ്വന്തം തങ്കമ്മേ, അവിടെ പൊണ്ണിങ്ങനെ കിടക്കുക. എല്ലാവരും ചോദിക്കുന്നുണ്ട്, എല്ലാവരും കിങ്ങിനീനെ ചോദിക്കലുണ്ട്. എല്ലാവർക്കും എൻ്റെ കിങ്ങിനീനെ ഭയങ്കര ഇഷ്ടമാണ്. സ്വർണ്ണമാണത്, എൻ്റെ തങ്കക്കുട്ടിയാണത്. എൻ്റെ ഒരു സുന്ദരിയാണ് എൻ്റെ മോള്. എൻ്റെ പൊണ്ണിൻ്റെ സുന്ദരിയാ. കുട്ടീൻ്റെ ബേബി ഉണ്ട്, എൻ്റെ കുട്ടിക്ക് ബേബി ഉണ്ട്, എൻ്റെ പൊണ്ണിന് ബേബി ഉണ്ട്, എൻ്റെ കിങ്ങിക്ക് ബേബി ഉണ്ടല്ലോ, എൻ്റെ പൊണ്ണിന് ബേബി ഉണ്ടല്ലോ. എത്ര ബേബി ഉണ്ട്? 1 2 3 4 5 ഉണ്ടല്ലോ. എൻ്റെ പൊണ്ണിന് ബേബി ഉണ്ടല്ലോ വെച്ചോണേ. കിങ്ങിമാ, എൻ്റെ സ്വർണ്ണ തങ്കമേ, ബേബി. ഓ ടയേർഡായോ? എൻ്റെ പൊണ്ണ് ടയേർഡായോ? ഒങ്ങിക്കോട്ടാ. എൻ്റെ പൊണ്ണാണ്, എൻ്റെ സ്വർണ്ണാണിത്. എൻ്റെ പൊണ്ണ് ബേബി ഉണ്ട്. ഓ
ചക്കമുത്തേ ഇങ്ങനെ എത്ര ബേബി ഉണ്ട്? എത്ര ബേബി ഉണ്ട്? ഇങ്ങ എത്ര ബേബി ഉണ്ട്? നമുക്ക് ആശുപത്രി പോണ്ടേ? ഇങ്ങനെ പൊന്നോ പൊന്നു മോളെ നമുക്ക് ആശുപത്രി പോണ്ടേ? ഞാൻ ഡോക്ടറെ കാണിക്കണ്ടേ? കുഞ്ഞു ബേബി ബോയ് ആണോ ഗേളാണോ? കുഞ്ഞിമ്മ ബോയ് ഉണ്ടോ ഗേളുണ്ടോ? പറ. എത്ര ബോയ് ഉണ്ട്, എത്ര ഗേളുണ്ട്? കുഞ്ഞി ബേബി എല്ലാവരും ചോദിക്കും എത്ര ബേബി ഉണ്ടെന്ന്, എത്ര ബോയ് ഉണ്ട്, എത്ര ഗേൾ ഉണ്ടെന്ന്. കിങ്ങിനി എന്നോടാണ് മറ്റേ കുട്ടിൻ്റെ ഫാൻസ് ഉണ്ട്. ആ ആ ആ ചെയ്ത് ഉമ്മൻ്റെ ചെരുപ്പ് കിട്ടിയാൽ മതിയില്ല എനിക്ക്. ഉറങ്ങുക ഇതല്ലേ ഉള്ളൂ പണിയാകെ. അന്ന പോലൊക്കെ അങ്ങനെ ആയാൽ മതി. എന്താ സുഖം, ഒന്നും അറിയണ്ട. ടൈമിന് ഭക്ഷണം, ഉറക്ക്, ഒരു പണിയെടുക്കണ്ട, ഒന്നും ചെയ്യണ്ട. അല്ല കിങ്ങി, ഒന്നും ചെയ്യണ്ടല്ലോ എനിക്ക്. നല്ല വൃത്തിയാണ്. തുടച്ച് ഇങ്ങോട്ട് എൻ്റെ മക്കൾ ഉറങ്ങണ കണ്ടില്ലേ? കാണുമ്പോഴുള്ള സന്തോഷം എന്താ പറയാ, ഇതാണ് സന്തോഷം. ഉറങ്ങിക്കോ എൻ്റെ പുലിശോ എന്നെ പറഞ്ഞില്ല. ഉറങ്ങിക്കോ മാവേ. ഇങ്ങോട്ട് ഇതവിടെ ഉറങ്ങി. ഉറങ്ങിക്കോ. ഇല്ല ഒന്നും പറഞ്ഞില്ലോ. എൻ്റെ പൊണ്ണ് ഉറങ്ങിക്കോ കേട്ടോ. ഉറങ്ങിക്കോ. ഡിസ്റ്റർബ് ചെയ്താ സോറി. ഉറങ്ങിക്കോ. ടാറ്റ പറ എല്ലാവർക്കും. ടാറ്റ. സീ യു നെക്സ്റ്റ് ടൈം എന്ന് പറയും. അപ്പോൾ ഇത് എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫാണ്. ഇങ്ങനെ തന്നെയാണ് എൻ്റെ ഡേ സ്റ്റാർട്ട് ചെയ്യുന്നത്. കുട്ടികളെ കണ്ടിട്ടും അവരെ കാര്യങ്ങൾ നോക്കിയിട്ടും അവർക്ക് ഫുഡ് കൊടുത്ത് അവരെ ക്ലീൻ ചെയ്ത് ഇങ്ങനെയൊക്കെ തന്നെയാണ് എൻ്റെ ഡേ സ്റ്റാർട്ട് ചെയ്യൽ. അപ്പോൾ ഏതായാലും എൻ്റെ കുട്ടികളെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ഐ വിൽ സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.